कराग्रे वसति लक्ष्मी करमध्ये सरस्वती करमूले सदा गौरी प्रभारे करदर्शन रवये नमः भानवे नमः रवये नमः भानवे नमः समुद्रवसने देवी पर्वतस्तनमण्डिते विष्णुपत्नी नमस्तुभ्यं पादस्पर्शं क्षमस्व मे ഇന്ന് മിഥുനമാസം നമ്മോട് വിട പറയുകയാണ്. ഇനി അടുത്ത വർഷം വീണ്ടും മിഥുനമാസം വരുമ്പോൾ മഴയ്ക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ വൈശാഖോത്സവത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോഴൊക്കെ നമുക്ക് ഈയൊരു മിഥുനമാസം നൽകിയ ഊർജവും പ്രേരണകളും ഒപ്പമുണ്ടാകേണ്ടതുണ്ട്. മാത്രമല്ല നാളെ എത്തുന്ന കർക്കിടകത്തിനായി ഒരുപാട് തയ്യാറാകേണ്ടതുമുണ്ട്. എങ്ങനെയാണ് തയ്യാറാകുന്നത്? തീർച്ചയായും എല്ലാവരും ഗൃഹത്തെ അണിയിച്ചൊരുക്കാറുണ്ട്. നാളെ മുതൽ രാമായണം വായിക്കുവാനുള്ളതാണ്. രാമായണത്തിൻ്റെ ശ്രുതി മുഴങ്ങിക്കേൾക്കുന്ന ഗൃഹാന്തരീക്ഷം ആകെ ശുദ്ധമായിരിക്കണം എന്നൊക്കെ വിശ്വാസമുണ്ട്. ഒപ്പം ശുദ്ധമായിരിക്കേണ്ടത് മറ്റു ചിലത് കൂടിയാണ്. വീട് ശുദ്ധമായിരിക്കണം, നാട് ശുദ്ധമായിരിക്കണം, രാജ്യം ശുദ്ധമായിരിക്കണം. എന്നാൽ അതിനെല്ലാം അപ്പുറത്ത് മനസ്സുകൾ ശുദ്ധമായിരിക്കുന്നൊരു കാലം. അവിടെയാണ് യഥാർത്ഥത്തിൽ രാമായണം പാരായണം ചെയ്യപ്പെടേണ്ടത്. രാമായണം പാരായണം ചെയ്യുമ്പോൾ ഓരോ കഥാപാത്രങ്ങളും ഹൃദയത്തിലേക്ക് വന്ന് അവിടെ ഹൃദയത്തിൽ അവരുടെ നന്മകൾ പ്രകാശം ചൊരിയുകയും അവരിലുണ്ടായിരുന്ന തിന്മകളെ എടുത്ത് നമുക്ക് പുറത്ത് കളയുവാനാവുകയും ചെയ്യണം. അതിനു വേണ്ടിയിട്ടുള്ളൊരു മാസമായി കർക്കിടകത്തിനെ കരുതിക്കൊണ്ട് പതിവുപോലെ നമ്മുടെ സ്വന്തം നന്മ കർക്കിടകമാണ് വരുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ദിവസത്തെ കാഴ്ചകൾ ആരംഭിക്കാം. ആദ്യം ചിന്താമൃതം. അറിവമ്മ അലിവമ്മ അമൃതമ്മ അഖിലം നീ വിത്ത് മണ്ണിനടിയിൽ പോകുന്നതിൻ്റെ ഫലമായാണ് അതിൻ്റെ സ്വരൂപം വെളിയിൽ വരുന്നത്. വിനയവും എളിമയും കൊണ്ടേ നമുക്ക് വളരാനാകൂ. അഭിമാനവും അഹന്തയും നമ്മളെ തന്നെ നശിപ്പിക്കും. ഞാൻ എല്ലാവരുടെയും ദാസൻ എന്ന് ഭാവിക്കുക. ത്രിലോകവും നമ്മുടെ മുന്നിൽ മുട്ടുകുത്തും. അമ്മയുടെ വാക്കുകളിലൂടെ വിനയത്തിൻ്റെയും എളിമയുടെയും തെളിമ മനസ്സിലാക്കുവാനാകട്ടെ നമുക്ക്. വാർത്തകൾ ഇവിടെ വാൾമുനകളാവുന്നു. ജനപക്ഷ വാർത്തകളുടെ ലോകം. സത്യസന്ധമായ വസ്തുനിഷ്ഠമായ വാർത്തകളുമായി ജനകീയ പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് എന്നും മുൻപന്തിയിൽ നേരിന്റെ നേർക്കാഴ്ചയുമായി എന്റെ വാർത്ത എത്തുന്നു. ഞായറാഴ്ച രാവിലെ 10 മണിക്ക്.
തെക്കൻ ദേശങ്ങളിൽ സാധാരണ കർക്കിടക മാസം പൂർത്തിയാകുന്ന അന്ന് വൈകുന്നേരം വീട്ടിലെ വൃത്തിയാക്കി വീട്ടിലെ എല്ലാ അഴുക്കുകളും പുറത്തു കൊണ്ടുപോയി ചെന്നിട്ട് കത്തിച്ച് തിന്മകളെയെല്ലാം ഇല്ലാതെയാക്കുന്നൊരു പതിവുണ്ട്. പിറ്റേ ദിവസത്തെ ചിങ്ങമാസത്തെ വരവേൽക്കുവാൻ വേണ്ടിയിട്ടാണിത്. എന്നാൽ വടക്കൻ ദേശങ്ങളിൽ ചിലയിടങ്ങളിൽ, പ്രത്യേകിച്ച് പാലക്കാടൻ മേഖലകളിലൊക്കെയാണ് ഇങ്ങനെ കേട്ടിട്ടുള്ളത്. പാലക്കാടൻ മേഖലകളിലും വടക്കൻ ദേശങ്ങളിലുമുണ്ട് ഇതുപോലെ ഒരു ആചാരമുണ്ട്. അതായത് കർക്കിടകം തുടങ്ങുന്നതിന് മുന്നത്തെ ദിവസം, അതായത് മിഥുനത്തിൻ്റെ അവസാന ദിവസമായ ഇന്ന് ഗൃഹമാകെ വൃത്തിയാക്കുകയും അതുപോലെ പൊടിയും അഴുക്കുമൊക്കെ ചേർത്ത് കൂമ്പാരം കൂട്ടി അത് കത്തിക്കുകയും ചെയ്യുന്നൊരു രീതി. കർക്കിടക മാസത്തിൽ തന്നെ നന്മയെ ക്ഷണിച്ചു വരുത്തണം എന്നുള്ളതാണ് ആ വിശ്വാസം. സത്യത്തിൽ കർക്കിടകം എന്ന് പറയുന്നത് എല്ലാവരും ഒത്തുചേർന്ന് വീടിനുള്ളിൽ, മഴ പെയ്യുന്നത് കൊണ്ട്, തോരാതെ മഴ പെയ്യുന്നത് കൊണ്ട് എല്ലാവരും ഒരുമിച്ച് വീടിനുള്ളിലുണ്ടാകും. ആ സമയത്ത് നന്മകളെക്കുറിച്ചും അതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങളുടെ മൂല്യത്തെക്കുറിച്ചുമൊക്കെ സംസാരിക്കുവാനും അതിൻ്റെ മൂല്യങ്ങൾ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുവാനും ഒക്കെ ഉള്ളൊരു കാലം കൂടിയാണ്. അതുകൊണ്ടാവണം ഈ കാലത്ത് തന്നെ രാമായണം വായിക്കുവാൻ തുടങ്ങിയത്. അതല്ലാതെ കർക്കിടക മാസത്തിലെന്നല്ലാതെ ഏത് മാസവും ഏത് ദിവസവും രാമായണം വായിക്കുകയും രാമൻ്റെ കഥകൾ മനസ്സിലാക്കുകയും ഭഗവത്ഗീത ചൊല്ലുകയും ഭഗവത്ഗീത പഠിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമുക്ക് പരമമായും നന്മകൾ തന്നെ വരുത്തുകയുള്ളൂ. എന്നാൽ കർക്കിടക മാസം തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇത്തരത്തിൽ ചില നല്ല ഉദ്ദേശങ്ങൾ കൂടി കൊണ്ടാകണം. അതുകൊണ്ടാണ് ഈ ദിവസം എല്ലാവരും ഗൃഹം വൃത്തിയായി സൂക്ഷിക്കുവാൻ ശ്രദ്ധിക്കുന്നത്. ഓർക്കുക, ഉദയാമൃതത്തിലൂടെ നാം നടത്തുന്ന യാത്രയിലൂടെ ആത്മബന്ധുക്കളായി തീർന്നവരാണ് നമ്മളെല്ലാവരും ഈ ദിവസം ഹൃദയത്തെ ആകെ വൃത്തിയാക്കുകയും ചിന്തയെ ആകെ വൃത്തിയാക്കുകയും ചെയ്തു. അവിടെ നിന്ന് സകല പൊടികളും സകല തിന്മകളും അല്ലെങ്കിൽ ദുഷിച്ച ചിന്തകൾ എല്ലാം ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് നന്മയെ മാത്രം, ശ്രീ ഭഗവതിയെ മാത്രം അവിടെ കുടിയിരുത്തി അവിടെ ഒരു വിളക്ക് കത്തിച്ച് വയ്ക്കാം. നല്ല സത്സംഗങ്ങൾ ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഇനി നമുക്ക് കാണാം ധന്യമി ദിനം. ചില കഥകൾ കേൾക്കുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടാകുമോ എന്ന് നമുക്ക് തോന്നാം. നമ്മുടെ പല ഐതിഹ്യങ്ങളും അങ്ങനെയാണ്. പക്ഷേ ഭാരതം മുഴുവൻ യാത്ര ചെയ്യുകയും ഹിമാലയം മാതിരിയുള്ള സ്ഥലങ്ങൾ കാണുകയും അവിടുത്തെ സംസ്കാരത്തെക്കുറിച്ച് പഠിക്കുകയും ചെയ്യുമ്പോൾ കഥകൾ സത്യമാണ് എന്ന് തോന്നും. ഒരു 60 കൊല്ലം മുമ്പത്തെ കാര്യം തന്നെ ഇപ്പോൾ പലരോടും പറയുമ്പോൾ ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല, അവർക്ക് ആലോചിക്കാനായിട്ട് പറ്റില്ല. ചെറിയൊരു സ്ഥലത്തു നിന്ന് അടുത്ത സ്ഥലത്തേക്ക് കത്തയച്ചു, അവർ വിശ്വസിക്കില്ല. ഒരു 30 കിലോമീറ്റർ രാവിലെ പോയിട്ട് നടന്ന് പോയിട്ട് അവിടെ പോയിട്ട് അധ്യാപകൻ്റെ ജോലി ചെയ്ത് വൈകുന്നേരം നടന്നെത്തി എന്ന് പറയുമ്പോൾ അവിടേക്ക് നടന്നു പോവുക. നടക്കുക എന്നുള്ള പ്രക്രിയ തന്നെ നമ്മളിന്നിപ്പോൾ മറന്നുപോയി. വാഹനം ഓടുന്നില്ലെങ്കിൽ ഏത് പരിപാടിയാണെങ്കിലും വേണ്ടാക്കുക. നടക്കുക എന്നൊരു സിദ്ധിയുള്ള വിവരം തന്നെ നമുക്ക് അറിയില്ല. ഈയിടെ വൈകുന്നേരം ഈവനിങ് വാക്കിന് ഇറങ്ങുന്ന സമയത്ത് ഒരു യുവാവ് കാണാൻ വന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഇങ്ങനെ നടത്താൻ മുടക്കാറില്ല, ഞാനും കൂടെ വരാമെന്ന് പറഞ്ഞു. യുവാവിൻ്റെ വാഹനം അവിടെ നിർത്തി വൈകുന്നേരം താമസിക്കുന്ന മാങ്കാവിന്ന് തിരക്കില്ലാത്ത വഴി കൂടെ നടന്ന് മടങ്ങി എത്തിയപ്പോഴേക്കും ഷർട്ട് മുഴുവൻ വേർപ്പ് കൊണ്ട് നനഞ്ഞ് എനിക്ക് കുറച്ച് വെള്ളം തരൂ എന്നൊക്കെ പറഞ്ഞ് അവശനായി ചെറുപ്പക്കാർ. അപ്പോഴാണ് ഞാൻ ആലോചിച്ചു, ഇത്ര ദൂരമൊന്നും നടന്നിട്ടില്ല അല്ലേ എന്ന് ചോദിച്ചു. നടന്നിട്ടുണ്ട് ശബരിമലയ്ക്ക് പോയപ്പോൾ എന്ന് പറയുകയും ചെയ്യും. പക്ഷെ ഇങ്ങനെയൊക്കെ നടക്കുന്നൊരു തലമുറ ഉണ്ടായിരുന്നു. ഇതേപോലെ തന്നെയാണ് ഗുരുനാഥൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് തുല്യം, ദൈവം തന്നെ. ഗുരു എന്ന് പറഞ്ഞാൽ ആരാണ് ഗുരു? ഗുരുവിൻ്റെ 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 ഗുരു എന്ന് പറഞ്ഞാൽ അവസാനം ആരാണ്? ശിവനാണ്. ഏറ്റവും ഉത്തമനായിട്ടുള്ള ഗുരു, ഉത്തമ ഗുരു. അതുകൊണ്ടാണ് ചെറിയൊരു കാര്യത്തെ നാം നിന്ദിക്കുമ്പോൾ ആ വ്യക്തിയെ അല്ല നിന്ദിക്കുന്നത്, ആ വ്യക്തിക്ക് ഗുരു പറഞ്ഞു കൊടുത്താണ്. ഗുരുവിൻ്റെ ഗുരുവിൻ്റെ ഗുരുവിനെയാണ് നിന്ദിക്കുന്നത്. പല കാര്യവും രഹസ്യമായ ചില മറൈപ്പൊരുളുകൾ എന്ന് പറയാൻ കാരണം അത് കോമണായിട്ട് എല്ലാവരോടും പറഞ്ഞാൽ അവരതിനെപ്പറ്റി പരിഹസിക്കും, തർക്കിക്കും. അപ്പോൾ ഈ വിജ്ഞാനം ഏത് ഗുരു വഴി നമുക്ക് കിട്ടിയോ
ആ ഗുരുവിനെയാണ് നിന്ദിക്കുന്നത്. ചില ഗ്രന്ഥങ്ങൾക്ക് ഗ്രന്ഥം നമ്മുടെ ഗുരുവാണ്, ആ ഗ്രന്ഥത്തെ പരിഹസിക്കരുത്. പക്ഷേ ഗുരുനാഥൻ സുകുമാരൻ എന്ന ശിഷ്യനെ എപ്പോഴും ചീത്ത പറയും. ശകാരം കേട്ട് മടുത്തു. ബാക്കി ശിഷ്യന്മാരൊന്നും ഇങ്ങനൊരു ചീത്ത പറയൽ ഇല്ല. ബാക്കി ശിഷ്യന്മാരുടെ മുമ്പിൽ വെച്ചിട്ടും ചീത്ത പറയും, തന്നെ എന്തിനു കൊള്ളാമെന്ന് പറയും, ചോദിക്കും, ഇങ്ങനെയല്ല ചെയ്യാന്ന് പറയും. ഒടുവിൽ സുകുമാരന് വലിയ വിഷമമായി. അന്നത്തെ കാലത്ത് അച്ഛനോടോ അമ്മയോടോ പോയിട്ട് ദുഃഖം പറഞ്ഞാൽ അവർ സമ്മതിക്കില്ല. ഗുരു പറഞ്ഞത് കേൾക്കണം എന്നാ പറയാ. ഗുരുവചനത്തിൻ്റെ അപ്പുറം വേറൊന്നും ഇല്ല. അവസാനം ഈ കുട്ടി ആലോചിച്ചു ആത്മഹത്യ ചെയ്യാൻ പേടി. അപ്പം സുകുമാരൻ ആലോചിച്ചു ഗുരുനാഥനെ അങ്ങോട്ട് കൊല്ലാം, എന്നിട്ട് എവിടേക്കാച്ചാൽ ഒളിച്ചോടാം. വലിയൊരു കല്ലെടുത്ത് തട്ടും പുറത്ത് ഒളിച്ചിരുന്നു. കാരണം ഗുരുനാഥൻ്റെ തലയിൽ ഈ കല്ലിടലാണ് ലക്ഷ്യം. വളരെ യാദൃച്ഛികമായിട്ട് ഗുരുപത്നി അവിടേക്ക് വന്നു. ഭാര്യാഭർത്താക്കന്മാർ ചില ഡയലോഗ് പറയും പോലെ എന്തോ ഭാഗ്യത്തിന് ഗുരുപത്നി ചോദിച്ചത്, എന്തിനാ നിങ്ങൾ ആ സുകുമാരനെ ഏത് സമയത്തും ചീത്താറണം? അതൊരു പാവം കുട്ടിയല്ലേ. അപ്പം ഗുരുനാഥൻ പറഞ്ഞു, എൻ്റെ ശിഷ്യന്മാരിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം സുകുമാരനാണ്. നല്ല കുട്ടിയാണ്, നല്ല സ്വഭാവമാണ് അവൻ്റെ. ഞാൻ എത്ര ശകാരിച്ചാലും അവൻ പ്രതിഷേധിക്കില്ല. അവനെ ഏറ്റവും നന്നാക്കി എടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ശിഷ്യൻ എത്ര നന്നാവണോ അത്രയും ഗുരു ഗുണദോഷിക്കും. ഇങ്ങനെ പോരാ, ഇങ്ങനെ പോരാ എന്ന് പറയും. പല കാര്യങ്ങളും പഠിപ്പിക്കുന്ന ആളുകൾക്ക് ഇതറിയാം. ഞാൻ അധ്യാപകനല്ലെങ്കിലും റെക്കി മാതിരി ചില വിഷയങ്ങളൊക്കെ ക്ലാസ് എടുക്കുന്ന വ്യക്തിയാണ്. എനിക്കിഷ്ടപ്പെട്ട ചില വിഷയങ്ങൾ ശിഷ്യന്മാർക്ക്. അപ്പോൾ ചെറിയൊരു തെറ്റ് പറ്റിയാൽ വരെ ശകാരിക്കും, ഇമ വെട്ടിയാൽ ശകാരിക്കും. കേൾക്കുന്നവരൊന്ന് ഇമ വെട്ടി എന്നുള്ളതിന് ശകാരിക്കും, ശകാരിക്കാറുണ്ട്. കാരണം അവർ അത്ര വേണ്ടപ്പെട്ട ശിഷ്യന്മാരാണ്. അപ്പം സുകുമാരനെ ഏറ്റവും ഉന്നത സ്ഥാനത്ത് എത്തിക്കാനായിട്ട് ഞാൻ അവനെ ചീത്ത പറയാറുണ്ട്. അത് സ്നേഹം കൊണ്ടാണ്. നല്ലവനാവും, മഹാനാവും, അവൻ്റെ കീർത്തി ആചന്ദ്രധാരൻ നിലനിൽക്കും. ഈ കുട്ടി അങ്ങോട്ട് കരഞ്ഞു. കല്ലവിടെ കൊണ്ടിട്ടു. പിന്നീട് ഗുരുവിനോടൊരു ചോദ്യം ചോദിച്ചു. ഒരു ശിഷ്യൻ്റെ കടമയാണല്ലോ ഗുരുവിനെ അനുസരിക്കുന്നത്. ഏതെങ്കിലും ശിഷ്യൻ ഗുരുവിനെ കൊല്ലാൻ ശ്രമിച്ചാൽ അതിനുള്ള ശിക്ഷ എന്താ? അപ്പം ഗുരു പറഞ്ഞു, കൊല്ലാൻ ശ്രമിക്കുക, അത് വലിയ തെറ്റല്ലേ. അങ്ങനത്തെ ഒരു ഉമി കൂട്ടിയിട്ട് ശരീരം മുഴുവൻ മൂടത്തക്കത് ഉമി കൂട്ടിയിട്ട് ഒരിടത്ത് ഉമിക്ക് തീ പിടിപ്പിക്കുക, നീറി നീറി മരിക്കും. അത്ര വലിയ തെറ്റാണ്. ഗുരുനാഥൻ ഇത് അറിഞ്ഞ് പറഞ്ഞത് അല്ല. സുകുമാരൻ ഉമി കഴുത്തിനോളം മൂടി, ഉമിക്ക് തീയിട്ടു. ആര് പറഞ്ഞാലും കേൾക്കില്ല. ഇത്തരം കാര്യങ്ങൾ ഒരു കുട്ടിയോട് നിശ്ചയിച്ചാൽ സുകുമാര ഇത്ര വേണമെന്ന് എല്ലാവരും ചോദിച്ചു, നീറി നീറി മരിക്കാൻ നിശ്ചയിച്ചു. ആ സമയത്ത് ചൊല്ലിയതാണ് ശ്രീകൃഷ്ണവിലാസം കാവ്യം എഴുതിയെടുത്തത്. സുകുമാരകവിയുടെ ശ്രീകൃഷ്ണവിലാസം എന്നുള്ള കാവ്യം വളരെ പ്രശസ്തമാണ്. അതിലെ ഓരോ വരികളും ഇങ്ങനെ നീറി നീറി പടയുന്ന സമയത്ത് ചിന്തയിൽ ഉദിച്ചതാണ് എന്നാണ് ഐതിഹ്യം. ഏതായിരുന്നാലും ശരി, ഗുരു
ശിഷ്യൻ ഇങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ചില്ല. സുകുമാരനും ഒരു പക്ഷേ അബദ്ധം പറ്റി. പക്ഷേ നമുക്ക് ഇത്ര വലിയൊരു കാവ്യം വായിക്കാൻ കിട്ടാനുള്ള കാരണത്തെക്കുറിച്ച് പറയുമ്പോൾ ഭാരതം മുഴുവൻ സുകുമാരകവിയുടെ മാനസികാവസ്ഥയെക്കുറിച്ച് പറയുന്നു. ഏതായാലും ജീവിതത്തിൽ നമുക്ക് ഗുരുനിന്ദ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ആശംസിച്ച് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. ഫെബ്രുവരി 13 മുതൽ തിങ്കൾ മുതൽ ശനി വരെ രാത്രി 8:30. കോട്ടയം ജില്ലയുടെ ഭാഗമായ ദേവീക്ഷേത്രങ്ങളെക്കുറിച്ച്, അവിടെ നിലകൊള്ളുന്ന ശാക്തേയ ആരാധനകളെയും വൈഷ്ണവ ആരാധനകളെയും കുറിച്ചുമൊക്കെയാണ് നാം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ദേവീഭാവത്തിൻ്റെ വ്യത്യസ്തമായ രീതികൾ നാം പറയുകയുമുണ്ടായി. വൈഷ്ണവ ആരാധനയും ശൈവ ആരാധനയും ഒരേ ശ്രീകോവിലിൽ തന്നെ ഉള്ളതിനെക്കുറിച്ചുള്ള പ്രത്യേകതകളും പറയുകയുണ്ടായി. എന്നാൽ ഇന്ന് പറയുന്നത് ദുർഗാഭാവത്തിൻ്റെ, അതായത് ആദിപരാശക്തി ഭാവത്തിൻ്റെ പ്രകൃതിയുമായി ചേർന്ന് നിൽക്കുന്ന ചൈതന്യത്തെയാണ്. എല്ലായിടത്തും പല ദേശങ്ങളിലും പല സങ്കല്പങ്ങൾ ഉണ്ടായി വരുമ്പോൾ ദേവീഭാവങ്ങളെ പല രീതിയിലാണ് എപ്പോഴും പ്രത്യക്ഷപ്പെടുന്നത്. അതിൽ തന്നെ പലപ്പോഴും ഊഞ്ഞാലാടി നിൽക്കുന്ന ദേവിയായി, അതല്ലെങ്കിൽ ഓലക്കുട ചൂടി നിൽക്കുന്ന ദേവിയായി, വഴികാട്ടുന്ന ദീപം കയ്യിൽ പിടിച്ച ദേവിയായി ഒക്കെ ആദ്യം കാണുന്നു കാരണവന്മാർ. പിന്നീടാണ് അവർക്കത് ദേവീ സാന്നിധ്യമാണെന്ന് മനസ്സിലാക്കുവാനാകുന്നത്. അന്ന് ആ കാരണവന്മാർക്ക് കാണുവാനായത് അവരുടെ ചിന്തകൾ അതിന് പക്വമായിരുന്നതുകൊണ്ടാണ്. ഇന്നും നമുക്ക് ഈ പ്രകൃതിയിലൂടെ സഞ്ചരിച്ചാൽ, കാടിലൂടെ സഞ്ചരിച്ചാൽ കാണുവാനാകും ദീപം തെളിയിച്ച് മുന്നിൽ നടക്കുന്ന സ്ത്രീരൂപത്തെ, അമ്മയെ. വഴിവിളക്കാകുന്ന, തണലാകുന്ന, മഴയത്ത് കുടയാകുന്ന അമ്മഭാവത്തെ നമുക്കറിയാനാകും. ആ അമ്മഭാവത്തെ അറിയലെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ സമാധാനത്തോടു കൂടി സ്നേഹഭാവത്തെ അറിയുക എന്ന് തന്നെയാണ് അർത്ഥം. കോട്ടയം ജില്ലയുടെയും ഇടുക്കി ജില്ലയുടെയും അതിർത്തിയിൽ ഇടുക്കി ജില്ലയുടെ ഭാഗമായി നിൽക്കുന്ന ഒരു ക്ഷേത്രഭൂമിയെക്കുറിച്ചാണ് ഇന്ന് പറയാനുള്ളത്. ഇടുക്കി ജില്ലയിലെ ഏറ്റവും പ്രസിദ്ധമായ ദേവീക്ഷേത്രം വള്ളിയാങ്കൽ ദേവീക്ഷേത്രം. വള്ളിയാങ്കൽ ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനമാണ് പാഞ്ചാലിമേട്ടിലുള്ളത്. അവിടെ നിന്ന് ദേവി വള്ളിയിലാടിയാണ് വള്ളിയാങ്കലിലേക്ക് വന്നത് എന്ന്. അങ്ങനെ വള്ളിയിലാടി എന്നതുകൊണ്ട് തന്നെയാണ് വള്ളിയാങ്കലിന് അങ്ങനെ ഒരു നാമം കൂടി ലഭിച്ചിരിക്കുന്നത്. ഒരു മനുഷ്യജീവിതത്തിന് ബാധിക്കാവുന്ന എല്ലാ ബാധകൾക്കും, ആദികൾക്കും വ്യാധികൾക്കും അറുതിയാണ് വള്ളിയാങ്കൽ ക്ഷേത്രം. മുൻപൊരു കാലത്ത് ഈ ഒരു ക്ഷേത്രത്തിന് നാമം പോലും ആരും ഉച്ചരിക്കുമായിരുന്നില്ല. വള്ളിയാങ്കൽ ഭഗവതി എന്ന് പറയാൻ പോലും, വള്ളിയാങ്കൽ ദേവി എന്ന് പറയുവാൻ പോലും ഏവർക്കും പേടിയായിരുന്നു. അതിന് കാരണം ഇവിടെ മനുഷ്യക്കുരുതി ഉണ്ടായിരുന്നെന്നാണ്. നരബലി, അതായത് അറിയപ്പെടുന്ന കാലം വരെയും നരബലി ഇവിടെ പതിവുണ്ടായിരുന്നു. ആദിവാസികളുടെ ഒരു ആരാധനാ സമ്പ്രദായമാണ് ഇവിടെ നിലനിന്നിരുന്നത്. പിന്നീട് അതിനുശേഷം നരബലിയൊക്കെ അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് നിയമങ്ങളെ ആശ്രയിക്കുകയും അത്തരത്തിലുള്ള പൂജാരീതികളൊക്കെ അവസാനിപ്പിച്ചുകൊണ്ട് പിന്നെ അഷ്ടമംഗല്യ പ്രശ്നം നടത്തി അതിൻ്റെ ചാർട്ടനുസരിച്ച് സാത്വിക പൂജകൾ ആരംഭിക്കുകയും ചെയ്തപ്പോഴാണ് വള്ളിയാങ്കൽ ഭഗവതി ക്ഷേത്രം ഇന്ന് ഏവരും എപ്പോഴും എത്തുന്നൊരു ക്ഷേത്രഭൂമിയായി മാറിയത്. മുൻപ് അത്രയ്ക്ക് ഭയപ്പെട്ട് മാത്രമാണ് ഇവിടെ ക്ഷേത്രഭൂമിയിൽ ദർശിക്കുവാൻ ആൾക്കാരെത്തിയത്. മാത്രമല്ല വള്ളിയാങ്കൽ ദേവി എന്ന് ആരും പറയുകയില്ല, അത് പറയാൻ പോലും പേടിയായിരുന്നു. ക്ഷേത്രത്തിലെ പൂജാതി കാര്യങ്ങൾക്ക് വലിയ പ്രത്യേകതയുണ്ട്. ഗുരുതിയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വഴിപാട്. അതുപോലെ തന്നെ ഇവിടെ മറ്റ് സങ്കല്പങ്ങളുണ്ട്. ആ സങ്കല്പങ്ങൾക്ക് വെള്ളം കുടി തുടങ്ങിയ സങ്കല്പങ്ങളുമുണ്ട്. എന്നാൽ ഇവിടെ ഇപ്പോൾ പ്രധാനമായും ആചാരങ്ങൾ പറയുമ്പോൾ ആദ്യം ക്ഷേത്ര ദർശനത്തിന് എത്തുന്നവർ വിളക്ക് നടക്കി വെക്കൽ, ദേവിക്ക് മുന്നിൽ വിളക്ക് കത്തിച്ചു വെക്കൽ എന്നൊരു ചടങ്ങുണ്ട്. അതിന് വിളക്ക് കത്തിച്ചു വെക്കാറുണ്ട്. അതല്ലാതെ വീടിൻ്റെ രൂപം, ആ രൂപം നടക്കി വെക്കുന്നത് വീട്ടിലുള്ള സകല ദോഷങ്ങളും മാറുവാൻ, വീടിന് വാസ്തുദോഷമുണ്ടെങ്കിലോ അല്ലെങ്കിൽ വീടിനുള്ളിൽ ഉള്ളവർക്ക് ചില മനസ്സിനുള്ള വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറുന്നതിന്, ഗൃഹസംബന്ധമായ സകല ദോഷങ്ങളും മാറുന്നതിന് ഈ വീടിൻ്റെ രൂപം വെച്ചാൽ മതി എന്നൊരു വിശ്വാസമുണ്ട്.
ദേവിക്ക് മുന്നിൽ വിളക്കുമായി വരുന്നവർ ആദ്യം ദേവിക്ക് തിരുമുന്നിൽ തന്നെ, അതായത് ഇവിടെ 2 ശ്രീകോവിലുണ്ട്. അതിൽ ആദ്യത്തെ ശ്രീകോവിൽ ഭദ്രയും പിന്നെ ദുർഗയുമാണ് സാന്നിധ്യമാകുന്നത്. അപ്പോൾ 2 വിളക്കുകളിൽ ആദ്യത്തെ വിളക്ക് അത് ഭദ്രയ്ക്ക് മുന്നിൽ തന്നെ വെച്ച് എല്ലാം തയ്യാറാക്കിയതിന് ശേഷം പിന്നീട് കെടാവിളക്കിൽ നിന്ന് ദീപം തെളിയിച്ച് പ്രാർത്ഥിച്ച് നടക്കി സമർപ്പിക്കുകയാണ് വേണ്ടത്. വിളക്ക് വയ്ക്കുവാനായി നാം വിളക്ക് കൊണ്ടുവരുമ്പോൾ നേരെ നടയിൽ വന്നിട്ട് ആദ്യത്തെ ശ്രീകോവിൽ, അതായത് 2 ശ്രീകോവിലുണ്ട് ഇവിടെ. ആദ്യത്തെ ശ്രീകോവിൽ ഭദ്രയും പിന്നെ ദുർഗയുമാണ് സാന്നിധ്യമാകുന്നത്. ഭദ്രയ്ക്ക് തിരുമുന്നിൽ തെളിയിക്കുവാനുള്ള വിളക്ക് ആദ്യം ഭദ്രയ്ക്ക് തിരുമുന്നിൽ വെച്ച് തന്നെ ഒരുക്കുകയും വേണം. നെയ്യൊഴിച്ച് കത്തിക്കുന്ന വിളക്ക്, അത് നെയ്യൊഴിച്ച് 5 തിരിയിട്ട് അത് എല്ലാ വിളക്കും തെളിയിച്ചതിന് ശേഷം ദേവിക്ക് മുന്നിലൊന്ന് പ്രാർത്ഥിച്ച് പിന്നെ ഇവിടുത്തെ കിടാവിളക്കിൽ ആ തിരി കത്തിക്കണം. വിളക്ക് കത്തിച്ചതിന് ശേഷം പിന്നെയാണ് ദേവിക്ക് മുന്നിൽ അത് പ്രാർത്ഥനയായി സമർപ്പിക്കുന്നത്. തിരിയുടെ വേദന അറിയാതെ തീനാളം നിറഞ്ഞു കത്തുന്നൊരീ നിലവിളക്കിൽ നാരങ്ങാമാലയും പുഷ്പഹാരവും ചാർത്ത് നിൽക്കുന്ന ശ്രീ ഭദ്രാ ഭഗവതിക്ക് മുന്നിൽ നിൽക്കുകയാണ്. ഇവിടെ നിൽക്കുമ്പോൾ ദേവി ലോഹനിർമ്മിതമായ കിരീടം ചാർത്തി അതിൻ്റെ ഏറ്റവും മുകളിൽ ചുവന്ന നിറത്തിലുള്ള രത്നം ധരിച്ചു നിൽക്കുന്നത് കാണാം. നാവ് പുറത്തേക്ക് നീട്ടിയാണ് ദേവി നിൽക്കുന്നത് എങ്കിലും രൗദ്രഭാവം ഒട്ടും തോന്നുന്നില്ല. മനസ്സിന് സമാധാനവും ശാന്തിയും നൽകുന്ന ഒരു സവിധത്തിലേക്ക് എത്തിയതുപോലുള്ള ഒരു ആശ്വാസമാണ് മനസ്സിലുണ്ടാകുന്നത്. അതുകൊണ്ട് എത്ര നേരം വേണമെങ്കിലും ഈ തിരുനടയിൽ പ്രാർത്ഥിച്ചു നിൽക്കാം നമുക്ക്. രൗദ്രഭാവങ്ങൾ എന്നത് തിന്മയ്ക്ക് നേരെ മാത്രമുള്ള ഭാവമാണ്. അതുകൊണ്ട് തന്നെ തിന്മകളില്ലാതെയാകുന്ന ഒരവസ്ഥ അതാണ് ശ്രീഭദ്രയ്ക്ക് മുന്നിൽ നിൽക്കുമ്പോൾ ലഭിക്കുന്നത്. നാം പറഞ്ഞു, ആദിമൂല വള്ളുവനും ആദിമൂല വള്ളുവത്തിയും അവരാണ് ഈശ്വരാരാധന ആദ്യം ഇവിടെ തുടങ്ങി വെച്ചത്. അവരാദ്യം കണ്ട ഈശ്വരമൂർത്തിയാകട്ടെ ഗണപതിയാണ്. ഗണപതിയെ ആരാധിച്ചിരുന്നവരാണ് പിന്നീട് ഭദ്രാദേവി ആരാധനയിലേക്ക് കൂടി വന്നത്. അപ്പോൾ വള്ളിയങ്കാവ് ക്ഷേത്രഭൂമിയിൽ നാം എത്തുമ്പോൾ ഭദ്രയെ ദർശിച്ച് വലം വെച്ച് വരുമ്പോൾ നാം ശ്രീ ഗണപതിക്ക് മുന്നിലും എത്തുന്നു. വളരെ വർഷം പഴക്കമുള്ള ഒരു വിഗ്രഹമാണ് ഇവിടെ നിലകൊള്ളുന്നത്. നാളികേരം ഉടച്ച് വിഘ്നങ്ങൾ തീർക്കുവാൻ ഭക്തർ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇവിടുത്തെ വിനായകന് വലിയ ശക്തിയാണുള്ളത്. സകല തടസ്സങ്ങളും പ്രാർത്ഥനകൾ കൊണ്ട് മാത്രം മാറ്റുവാൻ കെൽപ്പുള്ള മഹാമൂർത്തിയാണ് ഇവിടെ നിലകൊള്ളുന്നത്. വിനായകനെ വിനയ തീർപ്പവനെ കരുണാമയനെ കനിവിൻ പൊരുളേ. ഗണപതി ഭഗവാനെ വന്ദിച്ചു കഴിഞ്ഞ് ക്ഷേത്രത്തിൽ വീണ്ടും വലം വയ്ക്കുമ്പോഴാണ് നാം ഭുവനേശ്വരി സവിധത്തിലേക്ക് എത്തുക. ഭുവനേശ്വരി എന്നത് ആദിപരാശക്തിയുടെ അംശാവതാരമാണ്, അല്ലെങ്കിൽ ആ ചൈതന്യം തന്നെയാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ചെറു ശ്രീകോവിലിൽ സാന്നിധ്യമാക്കുന്ന ഭുവനേശ്വരി സാന്നിധ്യത്തിന് മുന്നിൽ കൂടി പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ ഈ ഒരു വലിയ നാലമ്പലത്തിനുള്ളിൽ ഭദ്രയും ദുർഗയും സാന്നിധ്യമാകുന്നതിനോടൊപ്പം തന്നെ ശക്തി സാന്നിധ്യമായി ഭുവനേശ്വരി കൂടിയുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ഭുവനേശ്വരിക്ക് തിരുമുന്നിലും പ്രാർത്ഥിക്കുവാൻ നമുക്ക് അവസരമുണ്ടാകുന്നു. മനസ്സുരുകി ആ പ്രാർത്ഥനകൾ ദേവിക്ക് തിരുനടയിൽ സമർപ്പിക്കുന്നു. ഉദയാമൃതത്തിൻ്റെ ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. അപ്പോൾ നമുക്ക് ഒത്തുചേർന്ന് ഒന്നുകൂടി ഉറപ്പിക്കാം, നാളെ എത്തുന്ന കർക്കിടകം മുതൽ നമുക്ക് തയ്യാറാക്കി നിർത്താം നമ്മുടെ മനസ്സിനെ. പൊതുവിൽ നന്മയുടെ തീർത്ഥഭൂമികളിലൂടെ യാത്ര നടത്തുന്ന നമ്മുടെ ചിന്തകളിലെല്ലാം നന്മകൾ തന്നെയാണ് പ്രഭാവത്തിൽ വന്നു ചേരുന്നത്. എന്നാൽ കൂടുതൽ ഉണർവോടുകൂടി ആ നന്മയെ സ്വാംശീകരിക്കുവാൻ ഇനിയുള്ള ദിവസങ്ങളിലും നമുക്ക് ശ്രമിക്കാം. സ്നേഹബന്ധം, ആത്മബന്ധം ഇങ്ങനെ തന്നെ എല്ലാ കാലത്തും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കാം. നല്ലൊരു നന്മ കർക്കിടകത്തെ വരവേൽക്കുവാൻ എല്ലാവർക്കും ആകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടിയാണ് ഇന്ന് വിട വാങ്ങുന്നത്. നമസ്കാരം.